നമസ്കാരം. കൊല്ലം മയ്യനാട് പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരിക്ക് അടിമകളായ യുവാക്കൾ അഴിഞ്ഞാടുകയാണ്. വഴിയാത്രക്കാരായ ആളുകളെ പോലും ആക്രമിക്കുന്ന സാഹചര്യം. ഇന്ന് കൊല്ലം മയ്യനാട് മുക്കം സ്വദേശി ആസിമിനും ലഹരി സംഘത്തിൽ നിന്നും കുത്തേറ്റു. ലഹരിക്ക് അടിമകളായ 3 യുവാക്കൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി 2 വീലറിൽ ചീറിപ്പായുകയും വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് അതുവഴി വന്ന നിരവധി ആളുകളെ അകാരണമായി മർദ്ദിച്ചു. ഈ സമയത്താണ് അസീം ആ വഴിയെത്തിയത്. യുവാക്കൾ നേരെ അസീമിന് നേരെ തിരിഞ്ഞു. ആദ്യം അസഭ്യം, പിന്നീട് മൂവരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. അക്രമി സംഘങ്ങളിൽ ഒരു യുവാവിന്റെ പക്കൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അസീമിന്റെ ശരീരത്ത് നിരവധി മുറിവുകൾ ഉണ്ടാക്കി. പിന്നീടും അതുവഴി വന്ന പലരെയും ആക്രമിച്ചു. സംഭവം അറിഞ്ഞ് ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി അക്രമികളിൽ ഒരു യുവാവിനെ ഓടിച്ചിട്ട് പിടികൂടി. പരിക്കേറ്റ അസീമിനെ മയ്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോയായിരുന്നു മയനാട് നിന്ന്. അപ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തി 3 പേര് കള്ളുപിടിച്ച് പിറ്റായിട്ട് വന്നിട്ട് ഇടിച്ച്. പിന്നെ 3 പേരെ കയ്യിലും വാളൊക്കെ ഉണ്ടായിരുന്നു, 2 പിച്ചാത്തി പോലത്തെ സാധനവും പിന്നെ ഇടിവളയൊക്കെ ഇട്ട് ഇടിച്ച്. പയ്യന്മാര് 3 പേര് തെറി വിളിച്ച. ആദ്യമേ തെറി വിളിച്ചോണ്ട് ഇടിച്ചു. വേറെ 2 പേരെ ഇടിച്ച്. ഞാൻ ചെന്ന് കയ്യിൽ 3 കുത്തു. പിച്ചാത്തി ആണെങ്കിൽ സ്വന്തം പിച്ചാത്തി തന്നെ. പിച്ചാത്തി അമ്മാര് കഞ്ചാവാ 3 പേരും. അതുകൊണ്ടാണ് അമ്മാര് ഇടിച്ചത്. കുരിശ്ശേരി മുക്കിന്റെ പടം. എന്റെ കയ്യിലും പിന്നെ ഈ വയറ്റിലൊക്കെ ഇടിച്ചിട്ടുണ്ട്. തലയിൽ ഇവിടെ നെറ്റിയില് പിന്നെ ഈ സൈഡിൽ. മയ്യനാട് കേന്ദ്രീകരിച്ച് നിരവധി അക്രമങ്ങളാണ് യുവാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. മയ്യനാട് പ്രദേശത്തെ പല ഭാഗങ്ങളും ഇത്തരക്കാർ കയ്യേറി ലഹരി ഉപയോഗവും വിപണനവും ഒക്കെ നടത്തി വരികയാണെന്നും ആക്രമണം നടത്തിയ യുവാക്കളിൽ കാപ്പ കേസ് പ്രതിയടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് മൂവരും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പറയുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ബാസിദ് എന്ന ഒരു പയ്യനെ മുക്കം കുഴിശ്ശേരി മുക്കിൽ വെച്ച് ഒരു 2-3 സംഘം അവിടെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം എന്ന് പറയാം. ആ സംഘം മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ തന്നെ അസീമിനെ അതിക്രൂരമായ രീതിയിൽ കുത്തി പരിക്കേൽപ്പിക്കുക. കാരണം 4-5 അടുത്താണ് കുത്തിയിരിക്കുന്നത്. നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് അവന്മാർ ഈ സാമൂഹ്യ വിരുദ്ധ സംഘം. കാരണം ഇന്നിപ്പം മയ്യനാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗുണ്ട മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ഒരു വിളയാട്ടമായി നമ്മുടെ ഈ മയ്യനാട് പ്രദേശം മാറിയിരിക്കുകയാണ്. കാരണം 8 മണി കഴിഞ്ഞാൽ മുക്കം റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ താനി, ഉമേലൂർ, ഏല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വളരെ ഈ സംഘം ഭയങ്കരമായ മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MDMA പോലുള്ള മാരകമായ ഈ മയക്കുമരുന്നുകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അസീമിനെ മർദ്ദിച്ച ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അത് കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ കൂടെ മറ്റു 2 പ്രതികളുണ്ട്. അവർ കൂടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രതികളെയും കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.